നമസ്കാരം. പ്രധാന വാർത്തകൾ. ലേഖന വിവാദത്തിൽ MP ശശി തരൂരിനെ പിന്തുണച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് തരൂരിനെ വിമർശിക്കുന്നത് കേരള വിരുദ്ധ കോൺഗ്രസ് ആയി മാറിയതുകൊണ്ട്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനം. പത്തനംതിട്ട ജിതിൻ കൊലപാതകത്തിൽ RSSനെതിരെ മന്ത്രി. കേരളത്തിൽ RSSന്റെ ആക്രമണം എപ്പോഴും CPM-ന് നേരെ. പാതിവില തട്ടിപ്പിൽ സ്വന്തം ഓഫീസിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് BJP. ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രതികളെ സംരക്ഷിക്കാനാണ് മന്ത്രിയും പോലീസും ശ്രമിക്കുന്നതെന്ന് BJP നേതാക്കൾ. മുള്ളൂർക്കരയിൽ ജനദ്രോഹ ഭരണം ആരോപിച്ച് BJPയുടെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച്. കുന്നംകുളം പെരുപിലാവിലെ ബാറിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽസ് ഷോപ്പിൽ വൻ തീപിടുത്തം. കർണാടകയിൽ ED ചമഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ കൊടുങ്ങല്ലൂർ ASIക്ക് സസ്പെൻഷൻ. പ്രതിയായ ഗ്രേഡ് ASI ഷഫീർ ബാബു കർണാടകയിലെ ജയിലിൽ. കേസിൽ 2 കൊല്ലം സ്വദേശികളും കർണാടക പോലീസിന്റെ പിടിയിൽ. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നഗരസഭാ ഓഫീസിന് മുന്നിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ധർണ. ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കം മനുഷ്യത്വരഹിതമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. നാടെങ്ങും ഉത്സവമേളം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം ആഘോഷപൂർണ്ണം. ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് പൂരം വർണ്ണാഭമായി. വാടാനംകുറിശി ചോറട്ടൂർക്കാവിൽ ദേശത്താലപ്പൊലി ആഘോഷത്തിന് ആവേശ കൊടിയേറ്റം. വാർത്തകൾ വിശദമായി. ലേഖന വിവാദത്തിൽ ശശി തരൂരിനെ പിന്തുണച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് കേരള വിരുദ്ധ കോൺഗ്രസ് ആയി മാറിയതാണ് തരൂരിന്റെ ലേഖനത്തെ എതിർക്കുന്നതിന് കാരണമെന്ന് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനമാണ് തോന്നുന്നതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മലയാളികൾക്കാകെ അഭിമാനമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. ഒരു MP-ക്ക് പോലും കേരളത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ശശി തരൂരിന് നേരെ വല്ലാത്ത സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത്. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതിന് അദ്ദേഹം വിലക്ക് നേരിടുന്നു. കേരള വിരുദ്ധ കോൺഗ്രസായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയെന്ന് മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കേരളത്തെക്കുറിച്ച് നല്ല ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിപ്പോൾ വ്യവസായ രംഗത്തെ കുതിപ്പായാലും മറ്റെന്ത് ആയാലും അതിൽ അഭിമാനിക്കുക മലയാളികളാകുകയാണ് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ഞാനും ലോകത്തെവിടെയുള്ള മലയാളികൾ അഭിമാനിക്കും. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു വസ്തുത പറഞ്ഞാൽ ഒരു MP പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക എന്തൊരു സൈബർ അക്രമമാണ്. ഇന്നിപ്പോൾ ഒരു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഭീകരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീക്ഷണം ദിനപത്രത്തിൻ്റെ എവിടേക്ക് നമ്മളെ നാട് പോകുന്നത്? പത്തനംതിട്ട ജിതിൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. CPM പ്രവർത്തകരെ വർഗീയവാദികൾ കൊലപ്പെടുത്തുന്നു. RSSന്റെ ആക്രമണം എപ്പോഴും CPM-ന് നേരെയാണ്. കേരളത്തിലെ ചരിത്രത്തിൽ RSS രാഷ്ട്രീയ പകപോക്കൽ നടത്തിയതിന്റെ പട്ടികയിൽ കൂടുതലും CPM പ്രവർത്തകരാണെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിന്റെ പുറത്ത് മതന്യൂനപക്ഷങ്ങളെയാണ് RSS ആക്രമിക്കുന്നത്. കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ RSS ആക്രമണം ചെറുക്കുന്നത് CPM-ആണ്. മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണം CPM നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം നടത്തുന്നവർ കേരളത്തിൽ CPM-ന് നേരെയാണ് ആക്രമണം അഴിച്ചുവിടുന്നതെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. പൊതുവേ നമ്മൾ കാണേണ്ടത് RSSന്റെ അക്രമം കേരളത്തിൽ എപ്പോഴും CPIM-ന് നേരെയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ RSSകാർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വകവരുത്തിയവരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ CPIM-ന്റെ പോരാളികളായ നാടാകെ സ്നേഹിച്ച നിരവധി സഖാക്കളാണ് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് RSS സംഘപരിവാറും കർഷകരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാതിവില തട്ടിപ്പിൽ സ്വന്തം ഓഫീസിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. രാജിവെക്കോ പുറത്തു പോകും.
തട്ടിപ്പിനിരയായ സ്ത്രീകൾ പണം കൈമാറിയത് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ ആരോപിച്ചു. തട്ടിപ്പിൽ പ്രതിയായ ദൾ വനിതാ പഞ്ചായത്ത് അംഗത്തിന് പണം കൈമാറാൻ മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുകളും കൂട്ടുനിന്നു. ഓഫീസ് സ്റ്റാഫുകളും പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനൊക്കെ തെളിവുണ്ടായിട്ടും പ്രതികളെ സംരക്ഷിക്കാനാണ് മന്ത്രിയും പോലീസും ശ്രമിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെങ്കിൽ മന്ത്രിക്കെതിരെ ശക്തമായ സമരമുണ്ടാകുമെന്നും AK ഓമനക്കുട്ടൻ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ തട്ടിപ്പിൽ കേരളത്തിൽ മറ്റൊരു ഇടത്തുമില്ലാത്ത രീതിയിൽ ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു. മന്ത്രി പറയുന്നത്, എന്തുകൊണ്ട് ഈ ഓഫീസിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു? ഞങ്ങളുടെ ഓഫീസിന് എന്താണ് ബന്ധം? ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ചാനലുകളോട് പറയുന്നു, സാധാരണക്കാരോട് പറയുന്നു, പണം കൊടുത്ത ആളുകളോട് പറയുന്നു. ഞങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് അനന്തോ കൃഷ്ണന്റെ ഈ പദ്ധതി പ്രീതി രാജന്റെ കയ്യിലെത്തിയത്? അത് കൃഷ്ണൻകുട്ടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. പ്രീതി രാജന്റെ കയ്യിൽ ആകാശത്തിലൂടെ വന്നതല്ലോ. അങ്ങനെ അനന്തോ കൃഷ്ണനും മന്ത്രിയുടെ PA പ്രേമനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊന്ന് മന്ത്രി പറയണം. ഇവിടെ ഒരു സീഡ് സൊസൈറ്റി രൂപീകരിക്കാൻ പ്രാഥമിക യോഗം കൂടിയത് മന്ത്രിയുടെ ഓഫീസിലല്ല എന്ന് പറയാൻ മന്ത്രിക്ക് ധൈര്യമുണ്ടോ? BJP കൊഴിഞ്ഞമ്പാറ മണ്ഡലം പ്രസിഡന്റ് AK മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. M ബാലകൃഷ്ണൻ, P ദണ്ഡപാണി, V രമേഷ്, K ഷാനു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP മുള്ളൂർക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ BJP ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു ഉദ്ഘാടനം ചെയ്തു. രണ്ടു മാസമായി സെക്രട്ടറി ഇല്ലാത്ത പഞ്ചായത്തിൽ ഉടനെ സെക്രട്ടറിയെ നിയമിക്കുക, പ്രധാനമന്ത്രി ജൽജീവൻ കുടിവെള്ള പദ്ധതി ദ്രുതഗതിയിൽ നടപ്പിലാക്കുക, തകർന്നു കിടക്കുന്ന റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുക, ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന സ്വജനപക്ഷപാതം അവസാനിപ്പിക്കുക, ജനവിരുദ്ധ LDF ഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുള്ളൂർക്കര ടൗൺ ചുറ്റി പ്രകടനമായി എത്തിയ മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പഞ്ചായത്തിന് മുന്നിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MK പ്രസാദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം BJP ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു ഉദ്ഘാടനം ചെയ്തു. അവർക്ക് യാതൊരുവിധ തരത്തിലുള്ള ഉത്തരവാദിത്വവും ജനങ്ങളോട് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനെ നിയന്ത്രിക്കേണ്ട ഭരണസമിതി ഇന്ന് അതിന് അനുകൂലമായി വർത്തിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ജനങ്ങളുടെ വോട്ട് വാങ്ങി ഇവിടെ അധികാരത്തിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിപ്പിക്കാൻ വേണ്ട ഉത്തരവാദിത്തമുള്ള ഭരണസമിതി അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് BJP മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ പാമ്പിൻകാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി AV വിജീഷ് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി, മണ്ഡലം സെക്രട്ടറി MV ഷാജു, പഞ്ചായത്ത് സെക്രട്ടറി PB സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുരളീധരൻ, സന്തോഷ്, ഷിജി നാരായണൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് നിധി രാജീവ്, ദിവ്യ പ്രവീൺ, NH നീലകണ്ഠൻ, ബീന മണികണ്ഠൻ, സുനിത മുരളീധരൻ, മനീഷ്, അജിത കൃഷ്ണൻകുട്ടി, ഭാസ്കരൻ, രഘുദാസ് തുടങ്ങിയ നേതാക്കൾ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം പെരുമ്പിലാവ് KR ബാറിൽ സംഘർഷം. യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ
പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്ക് ആക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി താഴപ്രയിൽ ചക്ക പറിക്കാൻ കയറിയ യുവാവിന് ഷോക്കേറ്റു. ചെറുതുരുത്തി താഴപ്ര കുന്നത്ത് വീട്ടിൽ 27 വയസ്സുള്ള ഷുഹൈബിനാണ് കൈക്ക് പൊള്ളലേറ്റത്. പൊള്ളലേറ്റതിനെ തുടർന്ന് യുവാവ് മരത്തിൽ നിന്നും താഴേക്ക് വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ചക്ക പറിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തോട്ടി പരിസരത്തെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. തോട്ടി കമ്പിയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. ഉടൻ ചെറുതുരുത്തി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ലൈൻ ഓഫ് ചെയ്തു. ലൈനിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരുമ്പ് തോട്ടി എടുത്തുമാറ്റി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആശ്രയമറ്റവർക്ക് കൈത്താങ്ങായി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. ഇടക്കാലത്ത് മുടങ്ങിപ്പോയ ആശ്രയ ഭക്ഷ്യക്കിറ്റ് വിതരണം സ്വന്തം നിലയിൽ പുനരാരംഭിച്ചാണ് പഞ്ചായത്ത് ജീവകാരുണ്യ മാതൃകയാകുന്നത്. പഞ്ചായത്ത് പരിധിയിൽ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ട 118 കുടുംബങ്ങൾക്ക് മാസം തോറും നൽകുന്ന ഭക്ഷ്യക്കിറ്റ് ഇനി മുടങ്ങില്ല. എല്ലാ മാസവും 72,800 രൂപയാണ് പഞ്ചായത്ത് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരംഗത്തിന് 500 രൂപയുടെയും 2 അംഗങ്ങൾക്ക് 700 രൂപയുടെയും 2ൽ കൂടുതലുള്ള അംഗങ്ങൾക്ക് 900 രൂപയുടെയും കിറ്റാണ് എല്ലാ മാസവും വിതരണം ചെയ്യുക. മാവേലി സ്റ്റോർ വഴിയാണ് ഭക്ഷ്യക്കിറ്റ് തയ്യാറാക്കുന്നത്. 2023 ഡിസംബർ വരെ കുടുംബശ്രീ മിഷൻ മുഖേനയാണ് കിറ്റുകൾ വിതരണം ചെയ്തിരുന്നത്. കുറച്ചു മാസമായി പദ്ധതി മുടങ്ങി. ഇതാണ് വാണിയംകുളം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. 1 വർഷത്തേക്ക് 8 ലക്ഷം രൂപയാണ് പദ്ധതിക്കുള്ള ചെലവ്. പദ്ധതി അടുത്ത വർഷത്തേക്ക് DPC അംഗീകാരത്തിനായി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഇനിയുള്ള എല്ലാ മാസവും കിറ്റ് മുടക്കം കൂടാതെ വിതരണം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു. ആശ്രയ കിറ്റ് വിതരണം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. എന്ന ലക്ഷ്യത്തോടുകൂടി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ആലോചിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അതിൽ വന്നിട്ടുള്ള ഒരു ചെറിയ കാലതാമസം നിങ്ങൾക്ക് ആ കിറ്റ് എത്തിച്ചു തരുന്നതിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് പരിശോധിച്ചത് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് നിരാലംബരായ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹായം ഇല്ലാണ്ടാവുക എന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് പഞ്ചായത്ത് ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പൈസ വെച്ചിട്ടാണ് ഇത് നൽകണം എന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വി സിന്ധു, സുജിത് പി രാജ്, വി കെ ജയശ്രീ, AC സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി PT സുരേഷ്, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർണാടകയിൽ ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് 3 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യ സൂത്രധാരൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് ASIക്ക് സസ്പെൻഷൻ. തൃശൂർ റൂറൽ SP ആണ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഗ്രേഡ് ASI ഷഫീർ ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്. കർണാടക സ്പീക്കറുടെ ബന്ധുവായ തീപ്പെട്ടി വ്യവസായിയുടെ വീട്ടിലെത്തിയാണ് ഇയാളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി 3 കോടി രൂപ തട്ടിയെടുത്തത്. കർണാടകയിലെ വിറ്റ്ല പോലീസ് ഇരിങ്ങാലക്കുടയിലെ പോലീസ് ക്വാർട്ടേഴ്സിലെത്തി കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കർണാടകയിൽ നിന്നെത്തിയ പോലീസ് സംഘം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അനുമതിയോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ ഇയാൾ കർണാടക ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. കേസിൽ 2 കൊല്ലം സ്വദേശികളെ കഴിഞ്ഞയാഴ്ച കർണാടക പോലീസ് പിടികൂടിയിരുന്നു. കടവൂർ സ്വദേശി അനിൽ ആന്റണി, അഞ്ചാലുമൂട് പെരുമൺ സ്വദേശി സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ ജനുവരി 3-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ നഗരത്തിൽ ഇലക്ട്രിക് ഷോപ്പിന് തീപിടിച്ചു. KSRTC സ്റ്റാൻഡിന് സമീപത്തെ JS ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. രാവിലെ 9 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സ്ഥാപനത്തിന്റെ പിറകുവശത്ത് നിന്നാണ് തീ ആളിപ്പടർന്നത്. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടവർ തൃശൂർ ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് 4ലേറെ യൂണിറ്റുകളെത്തി 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നടപടി മനുഷ്യത്വരഹിതമാണെന്ന് നഗരസഭയ്ക്ക് മുന്നിൽ CITU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ ആരോപിച്ചു. ട്രാഫിക് അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി രോഗികളോടും കൂട്ടിരിപ്പുകാരോടും കാണിക്കുന്ന ക്രൂരതയാണെന്നും TK അച്യുതൻ കുറ്റപ്പെടുത്തി. ജില്ലാ ആശുപത്രിക്ക് സമീപം അഞ്ചുവിളക്ക് മൈതാനത്ത് ആംബുലൻസ് നിർത്തിയിടുന്നത് ഒരു വിധത്തിലും ആർക്കും തടസ്സമാകുന്നില്ല. ആശുപത്രിക്ക് സമീപം ആംബുലൻസ് സേവനം ലഭ്യവുമാണ്. സ്റ്റാൻഡ് മാറ്റുന്നതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ പ്രയാസമുണ്ടാകുമെന്ന് TK അച്യുതൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഈ കോട്ടമൈതാനത്തിന്റെ മുൻവശത്ത് വണ്ടി ഇട്ട് ജില്ലയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ പാലക്കാട് ഹെഡ്ക്വാർട്ടറിൽ രോഗികൾക്കും രോഗിയുടെ ബന്ധുക്കൾക്കും ആശുപത്രി അധികൃതർക്കും പെട്ടെന്ന് ആംബുലൻസിന്റെ സഹായം ലഭിക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ഒരു കേന്ദ്രമാണ് പാലക്കാട് കോട്ടമൈതാനത്തിന്റെ ഗേറ്റിന്റെ മുൻവശമുള്ള കേന്ദ്രം. മുഴുവൻ ആംബുലൻസുകളും അവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അവിടെ നിർത്താൻ സൗകര്യപ്പെടുന്ന ആംബുലൻസുകളെ അവിടെ നിർത്തി. ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി S. ശിവദാസ് സ്വാഗതം പറഞ്ഞു. ഷിഹാബ്, രതീഷ്, അബൂബക്കർ, കരുണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ നഗരിപ്പുറത്ത് പുതിയതായി നിർമ്മിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത നിർവഹിച്ചു. ഹെൽത്തി ഗ്രാൻഡ് 55 ലക്ഷം രൂപ ചെലവിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 2 നിലയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കേന്ദ്രങ്ങളെല്ലാം തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഉപകേന്ദ്രങ്ങളാണെങ്കിലും ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പുരുഷന്മാരുടേതാണെങ്കിലും അംഗൻവാടിക്കാരുടേതാണെങ്കിലും എല്ലാ സേവനങ്ങളും കുത്തിവയ്പ്പ്, ഗർഭിണികൾ, മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സബ് സെൻ്ററിൽ വെച്ചിട്ടാണ് നല്ല രീതിയിൽ നടത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിന് ഇങ്ങനെ ചെറിയ കേടുപാടുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കത് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലെയാണ് നമ്മൾ ഹെൽത്ത് ഗ്രാൻഡിനായിട്ട് അനുമതി ചോദിക്കുകയും നമുക്ക് 55,50,000 രൂപ ഹെൽത്ത് ഗ്രാൻഡിൽ നിന്നും അനുവദിച്ച് കിട്ടുകയും. ശിലാസ്ഥാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം PS അബ്ദുൽ മുത്തലവി, പഞ്ചായത്ത് അംഗങ്ങളായ B. സരിത, സുജിത് കുമാർ, VM അൻവർ സാദിഖ്, PC സുമ, AA ഷിഹാബ്, മെഡിക്കൽ ഓഫീസർ PK ഷബീബ്, VK സത്യകുമാർ, മോഹൻദാസ്, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ബിന്ദു, രമണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മായം ചേർക്കലിനെതിരായ സന്ദേശവുമായി നാടൻ ഭക്ഷ്യമേള. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനെതിരായ വിളംബരം കൂടിയായിരുന്നു അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ ഒരുക്കിയ നാടൻ ഭക്ഷ്യമേള. നാട്ടുരുചികളുമായി കൂട്ടുകൂടൂ, ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു രുചിക്കൂട്ട് എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിലെ ഗലീലിയോ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ ഉണ്ണിമധുരം, കിണ്ണത്തപ്പം, ഉണ്ണിയപ്പം, പൂവട, ഇലയട, കൊഴുക്കട്ട, പത്തിരി, പഴംപൊരി, കലത്തപ്പം, അരീരപ്പം, അച്ചപ്പം, നൂൽപുട്ട്, റവ ഇഡ്ഡലി, അരിയുണ്ട, പരിപ്പുവട, ക്യാരറ്റ് ഹൽവ തുടങ്ങി 100-ലധികം വ്യത്യസ്തങ്ങളായ നാടൻ വിഭവങ്ങളാണ് ഒരുക്കിയത്. കുട്ടികൾക്ക് രുചിച്ചു നോക്കാനുള്ള അവസരവും നൽകിയിരുന്നു. പ്രധാനാധ്യാപിക K. മഞ്ജു ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. എത്രയോ കുട്ടികൾ ഇതിൻ്റെ ഇരയായി മാറേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ശരിയായ ആരോഗ്യത്തിന് ശരിയായ നല്ല പോഷകാഹാരങ്ങൾ നിറഞ്ഞ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതാണ് ഹെൽത്തി ഫുഡ്. അതാണ് നമ്മുടെ ഭാവിയിലുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന്, ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളെ ഇന്ന് രുചിക്കൂട്ട് എന്ന പേരിലൊരു ഭക്ഷ്യ മേള UP വിഭാഗത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുള്ളവരെയും അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ടതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പോഷകാഹാരങ്ങൾ നിറഞ്ഞ നാടൻ പലഹാരങ്ങളും വിഭവങ്ങളുമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ N. അച്യുതാനന്ദൻ മാസ്റ്റർ, അധ്യാപകരായ T. പ്രകാശ്, K. പ്രീത, BP ഗീത, N. ജിജി എന്നിവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി കടുക്കശ്ശേരി NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് കരയോഗമായി കൂട്ടിക്കുഴയ്ക്കേണ്ട. അങ്ങനെ കരയോഗമായി നിങ്ങൾ കൂട്ടിക്കുഴച്ചാൽ ഉറപ്പിച്ചോളൂ, തലക്കശ്ശേരി കരയോഗം ഇല്ലാതാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ക്ഷേത്രം നായരുടെ മാത്രമല്ല, ആണോ? സർവ്വ ഹൈന്ദവന്റെയും ഉടമസ്ഥതയുള്ള ഒന്നാണ് ക്ഷേത്രം. നായർക്ക് മാത്രം അവകാശപ്പെടാൻ ഈ ലോകത്ത് എന്താണുള്ളത്? ഈ കരയോഗ മന്ദിരം, നായർ താലൂക്ക് യൂണിയൻ, നായർ സർവീസ് സൊസൈറ്റി. വൈസ് പ്രസിഡന്റ് P രാമചന്ദ്രൻ അധ്യക്ഷനായി. ശ്രുതി M റിപ്പോർട്ട് അവതരിപ്പിച്ചു. K ശിവാനന്ദൻ, P സന്തോഷ് കുമാർ, KS അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി M കൃഷ്ണദാസ് സ്വാഗതവും K സുധാകരൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലാമേള വാടനാംകുറിശ്ശിയിൽ നടന്നു. മുഹമ്മദ് മുഹ്സിൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്തു. ഫിനിക്സ് 2025 എന്ന പേരിൽ വാടാനംകുറിശ്ശി MTS കൺവെൻഷൻ സെന്ററിലാണ് കലാമേള സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് സന്ദേശം നൽകാനും കഴിയുന്ന ഒരു പരിപാടി കൂടിയാണ്. ഭിന്നശേഷി മേഖലയിൽ കൂടുതൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നുണ്ട് എന്നും ഭിന്നശേഷി കലാമേളയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികൾക്ക് പരിമിതികളല്ല, പരിമിതികൾക്ക് പുറത്ത് കഴിവുകളുണ്ടെന്നും ആ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയുമായിട്ടാണ് കലാമേള നമ്മൾ കണ്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, ICDS ഉദ്യോഗസ്ഥർ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ജീവനക്കാർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കലാമേളയിൽ പങ്കെടുത്തവർക്ക് KSMAയുടെ വക ഭക്ഷണവും നൽകി. മികച്ച സേവന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികൾ ആസ്വാദകരുടെ മനം കവർന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വർണ്ണവിസ്മയം തീർത്ത് ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് പൂരം. നൂറുകണക്കിന് ആളുകൾ ആഘോഷത്തിൽ പങ്കെടുത്തു. നാടൻ കലാരൂപങ്ങൾ എഴുന്നള്ളിപ്പിന്റെ മുഖ്യ ആകർഷണമായി. ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കൂട്ടുതാലപ്പൊലിയാണ് വർണ്ണാഭമായി ആഘോഷിച്ചത്. കൊണ്ടയൂർ കണ്ണന്റെ നേതൃത്വത്തിൽ രാവിലെ 30ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളമുണ്ടായി. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം കാവുകയറി. തിറ, പൂതൻ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും മേളവും അകമ്പടിയായി. പഞ്ചവാദ്യത്തോടെയുള്ള എഴുന്നള്ളിപ്പ്, ശിങ്കാരിമേളം, ഇണക്കാളകൾ, തിറയാട്ടം, മേളം, തകിൽ, നാഗസ്വരം, തിറ, പൂതൻ, കാളവരവ് എന്നിവ ഉത്സവപ്പറമ്പിൽ വർണ്ണക്കാഴ്ചകൾ വിതറി. വൈകിട്ട് ഇരട്ടത്തായമ്പകയും രാത്രി നാടകവും ഉണ്ടായി. പുലർച്ചെ മേളത്തോടുകൂടിയ താലം കൊളുത്തലും പൂരം വരവും നടന്നു. തുടർന്ന് നടന്ന പാവക്കൂത്തോടെ പൂരത്തിന് സമാപനമായി. പൂരത്തലേന്ന് യുവരശ്മി നഗർ ഒരുക്കിയ ഗാനമേളയും പൂരപ്പറമ്പിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാടാനംകുറിശ്ശി ചോട്ടൂർക്കാവ് ദേശത്താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ബ്രഹ്മശ്രീ കരിയന്നൂർ മന ഭവത്രാതൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം
താന്ത്രിക ചടങ്ങുകൾ നടത്തി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സെൻട്രൽ ദേശ കമ്മിറ്റി, കിഴക്കുമുറി ദേശ കമ്മിറ്റി, പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തരുടെയും സാന്നിധ്യത്തിൽ ബ്രഹ്മശ്രീ കരിയന്നൂർമന ബൗത്രാദൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രത്തിൽ കളമ്പാട്ട് നടന്നുവരികയാണ്. രാത്രിയിൽ ഗാനമേളയും ഉണ്ടായിരുന്നു. കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശങ്ങളിൽ പറയെടുപ്പ് ആരംഭിച്ചു. ഫെബ്രുവരി 23 ഞായറാഴ്ചയാണ് വാടനാകുരിശി ചോറൂട്ടൂർക്കാവ് ദേശത്താലപ്പൊലി മഹോത്സവം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആവേശ നിറവിൽ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം. സുരക്ഷാ കാരണങ്ങളാൽ ആനപ്പൂരത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായെങ്കിലും പൂരാവേശത്തിന് ഒട്ടും കുറവുണ്ടായില്ല. വിവിധ ദേശങ്ങളിൽ നിന്ന് കാഴ്ചയുടെ കാണിക്ക ക്ഷേത്രത്തിലേക്ക് ഒഴുകി. ആയിരങ്ങൾ പൂരാഘോഷത്തിൽ പങ്കെടുത്തു. കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ചുള്ള ചെറുതുരുത്തി ദേശം ആനച്ചമയം ഒരുക്കി. ചെറുതുരുത്തി ടൗൺ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ചമയ പ്രദർശനം ഒരുക്കിയത്. നെറ്റിപ്പട്ടം, വെഞ്ചാമരം, ആലവട്ടം, മുത്തുക്കുടകൾ, ദേവിയുടെ തിടമ്പ്, മറ്റു സാമഗ്രികൾ, നിറപറയിൽ അവിൽ, ശർക്കര, നെല്ല്, അരി, മലർ എന്നിവയും ഒരുക്കി. അതിവർണ്ണാഭമായി അലങ്കരിച്ച പന്തൽ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശരക്ഷാധികാരികളായ UV രാമചന്ദ്രൻ, KV ബാലചന്ദ്രൻ, KM ശങ്കരനാരായണൻ, ദേശം പ്രസിഡന്റ് K ജയപ്രകാശ്, സെക്രട്ടറി KR ഗിരീഷ്, ട്രഷറർ SN മനോജ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി പേരാണ് ആനച്ചമയം കാണാനെത്തുന്നത്. താഴത്തറ വെട്ടിക്കാട്ടിൽ ദേശത്തിന്റെ അലങ്കാരപ്പന്തലും ആനച്ചമയവും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക വേദിയിൽ ഓട്ടൻതുള്ളൽ അരങ്ങിലെത്തി. പൂരം ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റൂർ ദേശത്തിന്റെ അലങ്കാരപ്പന്തൽ, ആനച്ചമയം എന്നിവ അതിവിപുലമായാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് ആറ്റൂർ ദേശത്തിന്റെ നേതൃത്വത്തിലും സാംസ്കാരികം 2025 സംഘടിപ്പിച്ചു. ഡോക്ടർ ആറ്റൂർ വാസുവൈദ്യർ ഉദ്ഘാടനം ചെയ്തു. ആറ്റൂർ ദേശം പ്രസിഡന്റ് K നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയൻ പാലഞ്ചേരി, ട്രഷറർ ശശി മൈത്രി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആറ്റൂർ മാനു, മുല്ലക്കൽ ബാലകൃഷ്ണൻ, അമ്മ വളപ്പിൽ വേണു, വാസുവൈദ്യർ എന്നിവരെ ആദരിച്ചു. എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനൊരു സംരംഭം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഞാനിപ്പോൾ 6 മാസത്തിന് ശേഷം 40-40-ലധികം വേദികളിൽ നിന്ന് സമ്മാനങ്ങൾ വാരിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഒരു കാരണം ഇവിടുത്തെ നാട്ടുകാരാണ് എന്നെ ഈ വിജയത്തിലെല്ലാം എത്തിച്ചത് എന്നതിലുള്ള ഒരു കാര്യമില്ല. നാട്ടുകാരോട് പ്രത്യേകം നന്ദിയുണ്ട്. പിന്നെ ഞാൻ 6 മാസം മുമ്പ് അമേരിക്കൻ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു. അത് പോണ്ടിച്ചേരിയിൽ നിന്നാണ് വാങ്ങിയത്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ ആനകളുടെ നീരാട്ട് കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനുമായി നിരവധി പേർ എത്തി. കൗതുകത്തോടെ നോക്കി നിന്നു വിദേശികളും. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന് കൊണ്ടുവന്ന ആനകളെ കുളിപ്പിക്കാനായി ഭാരതപ്പുഴയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആയിരുന്നു ഈ ദൃശ്യഭംഗി. പുഴയിൽ ആനകൾ നീരാടുന്ന ചിത്രങ്ങൾ എടുക്കാനും വീഡിയോ പകർത്താനുമായി നിരവധി ഫോട്ടോഗ്രാഫർമാരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയത്. നിരവധി വിദേശികളും ആനയെ കുളിപ്പിക്കുന്നത് കാണാനെത്തിയിരുന്നു. കൂടാതെ സമീപവാസികൾ കുട്ടികളുമായാണ് ഈ ദൃശ്യങ്ങൾ കാണാനെത്തിയത്. പുഴയിലെ ആനകളുടെ നീരാട്ട് ഏവർക്കും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. റെയിൽവേയിൽ നിന്നും മെയിൽ ലോക്കോ പൈലറ്റായി വിരമിച്ച KK കേശവന് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് ചടങ്ങിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കുറേ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നവരുണ്ട്.
പര്യവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക്കോ പൈലറ്റ് എന്ന തസ്തികയിൽ സേവനം ചെയ്തുകൊണ്ട് പിരിയാനുള്ള മഹാഭാഗ്യം ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ പാലക്കാട് ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റായിരുന്നു കെ കേശവൻ. ലോക്കോ പൈലറ്റുമാർക്ക് 8 മണിക്കൂർ ജോലിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയനാകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒട്ടും തളരാതെ എല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോയ നേതാവാണ് അദ്ദേഹമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു. AILRSA ഡിവിഷൻ പ്രസിഡന്റ് GP പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി എൽദോ ഡേവിഡ് സ്വാഗതം പറഞ്ഞു. CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, DRU ഡിവിഷൻ സെക്രട്ടറി V സുജിത്ത്, AISMA, AIGC, DRKS നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. റണ്ണിംഗ് സ്റ്റാഫും സമകാലിക സമര പോരാട്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. AILRSA അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC ജെയിംസ് വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാഞ്ഞിരക്കുഴി കാളക്കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് വാർഡ് കൌൺസിലർ കൂടിയായ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരക്കുഴി പ്രദേശത്ത് 30-ലധികം വരുന്ന മുതിർന്ന പൗരന്മാരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 2027 കാളക്കമ്മിറ്റിയുടെ 25ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ചടങ്ങിൽ പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുജിദാസ് സ്വാഗതം പറഞ്ഞു. ട്രഷറർ ഷാജു എരുവിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ, ഷിജിൽ കിഴക്കേക്കര, വൈസ് പ്രസിഡന്റുമാരായ സതീശൻ വടക്കേക്കര പറമ്പിൽ, ശ്രീജിത്ത് നായാടിക്കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റിയുടെ പ്രചരണമേറ്റെടുത്ത മോനൂസിനെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ സ്വദേശി ബേബി ഷക്കീലയുടെ ചികിത്സാ സഹായത്തിനായി നടത്തിയ ഗോൾഡൻ ചലഞ്ചിൽ ലഭിച്ച സമ്മാനം കിഴക്കുമുറം AGB സ്കൂളിന് ലഭിച്ചു. 1 പവൻ വരുന്ന ഗോൾഡ് കോയിനാണ് സമ്മാനം. ഗോൾഡ് കോയിൻ മണ്ണൂരിലെ രോഗബാധിതനായി കിടക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൈമാറുമെന്ന് സ്കൂൾ അധ്യാപകർ അറിയിച്ചു. സ്കൂളിലെ അധ്യാപകർ 100 രൂപയോളം വരുന്ന 10 ടിക്കറ്റുകൾ എടുത്തിരുന്നു. ഇതിൽ ഒരു ടിക്കറ്റിനാണ് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിച്ചത്. ഗോൾഡ് കോയിൻ ചികിത്സാ സഹായ നിധി ചെയർമാൻ അനിത, കൺവീനർ VM സാദിഖ്, മറ്റ് ഭാരവാഹികളും ചേർന്ന് സ്കൂൾ അധ്യാപകർക്ക് കൈമാറി. ചികിത്സയുമായിട്ട് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ 8-ാം തീയതിയാണ് നമ്മൾ കാവപ്പറമ്പിൽ വെച്ച് വൈകുന്നേരത്ത് നടത്തിയത്. നറുക്കെടുപ്പ് നടത്തിയതിൽ AGPS കിഴക്കുംപുറം സ്കൂളിനാണ് അതിന്റെ നറുക്ക് കിട്ടിയത്. അപ്പൊ അവര് നമ്മൾ ഈ കൂപ്പൺ കൊടുക്കുമ്പോൾ തന്നെ വാർഡ് മെമ്പറാണ് കൂപ്പൺ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ കൂപ്പൺ ഉണ്ട് വേണം എന്ന് വാർഡ് മെമ്പറെ വിളിച്ചു ചോദിച്ചിട്ടാണ് ആ കൂപ്പൺ അവിടെ എത്തിച്ചു കൊടുത്ത് അപ്പൊ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശ രീതിയിലാണെങ്കിലും ഇത് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ അവരുടെ ഒരു ക്യാൻസർ രോഗിയായ ആൾക്ക്, അതായത് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനാണ്. അപ്പൊ അവർക്ക് ഇതിന് കിട്ടുന്ന സമ്മാനം എന്താണെങ്കിലും ഞങ്ങളത് അവർക്ക് കൊടുക്കാനാണ് എന്ന് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. ഈ ഗോൾഡ് കോയിൻ രോഗബാധിതരായി കിടക്കുന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൈമാറുമെന്ന് അധ്യാപകർ അറിയിച്ചു. ഫെബ്രുവരി 19 സംഘടിപ്പിച്ചിരിക്കുന്ന സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികളിൽ കോയിൻ ബേബി ഷക്കീലയുടെ കുടുംബത്തിന് കൈമാറും. AGB സ്കൂളിന്റെ ഈ നടപടിയെ ഗ്രാമപഞ്ചായത്തും ചികിത്സാ സഹായ സമിതിയും അഭിനന്ദിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ OV സ്വാമിനാഥൻ, PM യൂസഫ്, കിഷോർ സ്വാമി, തങ്കപ്പൻ, സുഭാഷ് മങ്കര, ഷഫീഖ്, സക്കറിയ, ഷഫീന, നജീബ്, സുനിത, KM അബ്ദുൽ ഹക്കീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കിഴക്കുംപുറം കോഴിച്ചുണ്ട മർക്കസ് 3ാം വാർഷികാഘോഷവും അസ്മാ ഉൽ ഹുസ്ന 1ാം വാർഷിക മഹാസമ്മേളനവും 22-23 തീയതികളിൽ നടക്കും. മൊയ്തീൻകുട്ടി സാഹിബ് നഗറിൽ 22-ന് വൈകിട്ട് പതാക ഉയർത്തലോടെ ആഘോഷത്തിന് തുടക്കമാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകുന്നേരം 5 മണിക്ക് പതാക ഉയർത്തലും വൃദ്ധസദനത്തിന്റെ ശിലാസ്ഥാപനവും സയ്യിദ് മഹറൂഫ് ജിഫ്രി തങ്ങൾ കല്ലടിക്കോട് നിർവഹിക്കും. വൈകിട്ട് 7-ന് ബുർദ മജ്ലിസ് നടക്കും. സഹൽ അസ്ഹരി അൽ ഹസ്നി, സുറൈജ് മഹലരി അൽ ഹുസ്നി എന്നിവർ നേതൃത്വം നൽകും. 23-ന് രാവിലെ 9 മണി മുതൽ 12:30 വരെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ആലുവ അഡീഷണൽ SP M കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 1 മാസത്തേക്കുള്ള സൗജന്യ മരുന്നും നൽകും.
പകൽ 2:30 വിദ്യാർത്ഥി സംഗമം മണ്ണൂർ മർക്കസ് വൈസ് പ്രസിഡന്റ് അബ്ബാസ് സഖാഫി മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 സമ്മേളന പ്രചരണ റാലി സംഘടിപ്പിക്കും. 6:30 നടക്കുന്ന സമാപന സമ്മേളനം സൈദലവി ബാഖവി വളപുരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 23/2/2025 ഞായർ 9 PM മർക്കസ് കോംപ്ലക്സിൽ വെച്ച് നടക്കും. വിദഗ്ധരായ ഡോക്ടർമാരും പരിശോധനയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പരിശോധനയും മരുന്നും രോഗികൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ്. ഡോക്ടർ ആഷിഖ് ഹംസ, ഡോക്ടർ മുബീന, ഡോക്ടർ മീര അഫ്സന, TV അബ്ദുള്ള, സക്കീർ കുരിക്കൾ എന്നീ വിദഗ്ധരായ വർമ്മരംഗത്തും ഡോക്ടർ രംഗത്തും കഴിവ് തെളിയിച്ച വിദഗ്ധരായ ഡോക്ടർമാരും കുരിക്കളും ഉണ്ടായിരിക്കുന്നതാണ്. ശേഷം വിദ്യാർത്ഥികൾക്കുള്ള മുതല്ലിം സമ്മേളനം 2:30 തുടങ്ങും. വിദഗ്ധരായ പണ്ഡിതന്മാരും ഉമറാക്കളും പങ്കെടുക്കുന്നതോടുകൂടെ ക്ലാസ് അവതരണം ഹുസൈൻ അൻവരി ഖത്തീബ് കല്ലൂരി. മർക്കസ് ചെയർമാൻ AM മുഹമ്മദ് അലി മുസ്ലിയാർ പാറയ്ക്കൽ, ജനറൽ സെക്രട്ടറി K കുഞ്ഞിമൊയ്തു സാഹിബ്, M സിറാജുദ്ദീൻ സഖാഫി, PA ഹംസ ഹാജി, OP സഹൽ അസ്ഹരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ നവീകരണ കലശം നടക്കും. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയാണ് കലശം. വള്ളുവനാട്ടിലെ പ്രമുഖ ദേവീക്ഷേത്രമായ മുത്തശ്ശിയാർക്കാവ് 30 വർഷത്തിന് ശേഷമാണ് നവീകരണ കലശത്തിന് ഒരുങ്ങുന്നത്. ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് 3 പതിറ്റാണ്ടിന് ശേഷം ക്ഷേത്രത്തിൽ നവീകരണ കലശം നടക്കുക. ഫെബ്രുവരി 23 രാവിലെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിന്റെ ഭക്തിപ്രഭാഷണമുണ്ടാകും. തുടർന്ന് വൈകുന്നേരം സാംസ്കാരിക സദസ്സ് നടക്കും. പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും. 24 രാവിലെ 10 മണിക്ക് ഭക്തിപ്രഭാഷണം, 25 ചാക്യാർകൂത്ത്, 27 ഓട്ടൻതുള്ളൽ, 28 ഭക്തിപ്രഭാഷണം എന്നിവ നടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 28 രാവിലെ 9 മണിക്ക് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർക്ക് സ്വീകരണം നൽകും. എല്ലാ ദിവസവും പ്രസാദഊട്ടുണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 2 രാവിലെ ബ്രഹ്മകലശാഭിഷേകത്തോടെ നവീകരണ കലശം പൂർത്തിയാകുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് VV രവീന്ദ്രനാഥൻ, സെക്രട്ടറി രമേഷ് ബാബു, ദേവസ്വം സെക്രട്ടറി P ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി NK പീതാംബരൻ, നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് UP രഞ്ജിത് കുമാർ, സെക്രട്ടറി E കൃഷ്ണകുമാർ, മുരളി പെരുമുടിയൂർ എന്നിവർ അറിയിച്ചു. നവീകരണ കലശം ഈ വരുന്ന 23-ാം തീയതി ആരംഭിച്ച് മാർച്ച് 2 വരെ, മാർച്ച് 2 കൂടിയിട്ട് അത് പരിസമാക്കും. ഇപ്പോൾ 1994 മുത്തശ്ശിയാർക്കാവിലെ ഒരു കലശം ഇതിന് മുമ്പ് നടന്നത്. 30 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ നവീകരണ കലശത്തിന് അതിവിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സംരക്ഷണ സമിതിയും അതുപോലെ നവീകരണ കലശ കമ്മിറ്റിയും കൂടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 23-ാം തീയതി വൈകുന്നേരം മഹാസുദർശന ഹോമത്തോടു കൂടി ആരംഭിച്ച് അന്ന് തന്നെ സാംസ്കാരിക സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ സ്വരൂപാനന്ദ സരസ്വതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിജ്യ വാർത്ത. ആയുർവേദത്തിന്റെ തനിമയും ആധുനിക സൗകര്യങ്ങളോടെയും ആയുർവേദ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പുലാച്ചേരി മന ആയുർവേദ ചികിത്സാലയത്തിന്റെ കിടത്തി ചികിത്സയോടുകൂടിയ സകേതം പത്തിരിപ്പാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായി നമ്മൾ പ്രകൃതിയുമായി അടുത്ത ബന്ധത്തോടെ മനുഷ്യജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു ചികിത്സാ വിധിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് കാലഘട്ടത്തും അതിനനുയോജ്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാനും അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ
ആശ്രയിക്കുന്നതും ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ആയുർവേദ മെഡിക്കൽ വിഭാഗത്തെയാണ്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിഹാരത്തിന് വേണ്ടി അലോപ്പതിയെ പരമാവധി ഒരു വിഭാഗം ആളുകളും സ്വീകരിക്കാറുണ്ട്. ഹോമിയോപ്പതിക്ക് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം എവിടെയാണ് സൈഡ് ഇഫക്ട്സുകളൊന്നും ഇല്ലാതെ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കേരളം ഈ ഏത് മെഡിസിൻ ഓഫ് ബ്രാഞ്ചസ് എടുത്ത് പരിശോധിച്ചാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലേക്ക് ആരോഗ്യ സമ്പൂർണമായ ഒരു സമൂഹം ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയുർവേദത്തിന്റെ തനിമയും ആധുനികതയുടെ സൗകര്യവും പാലക്കാടിന്റെ ഗ്രാമഭംഗിയും ഒത്തുചേരുന്ന ഈ സംരംഭത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സഹായത്തോടെ എല്ലാവിധ രോഗങ്ങൾക്കും ചികിത്സ ലഭ്യമാകും. ചികിത്സയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൽ മുത്തലി, വാർഡംഗം എ എ ശിഹാബ്, എടത്തറ രാജീവ് ഗാന്ധി ആശുപത്രിയിലെ പ്രേംകുമാർ, സൈനുദ്ദീൻ പത്രിപ്പാല, അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരി, ഡോക്ടർ നാരായണൻ, ഡോക്ടർ സാവിത്രി, അഡ്വക്കേറ്റ് ഇന്ദു കേശവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ആയുർവേദ രംഗത്തെ പ്രമുഖരായ അഷ്ടവൈദ്യൻ പുലാമന്തോൾ ശങ്കരൻ മൂസ്, അഷ്ടവൈദ്യൻ ഇ ടി യദുനാരായണൻ മൂസ്, ഉള്ളന്നൂർ വിമല അന്തർജനം, കൃഷ്ണൻ ഭട്ടതിരിപ്പാട് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഡോക്ടർ പി നാരായണൻ സ്വാഗതവും അഡ്വക്കേറ്റ് ഇന്ദു കേശവദാസ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, ആയുർവേദ ഡോക്ടർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊമേഴ്സ്യൽ ഡെസ്ക് STV. മാറ്റുലി ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം നേടിയാണ് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. ഇത്തവണ ഇന്ത്യ കിരീടം നേടുമോ? മാറ്റുലിയിലേക്ക്. ഇന്ത്യൻ ടീമിലുള്ളവർ ഭയങ്കര മികച്ച കളിക്കാരാണ്. നല്ല മികച്ച കഴിവുള്ള ബൗളർമാരും ബാറ്റർമാരാണ് ഉള്ളത്. അതുകൊണ്ട് കളി ഇന്ത്യ നേടാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല മികച്ച കളിക്കാരാണ് ഉള്ളത്. വിരാട് കോഹ്ലി, അങ്ങനെ പല ആൾക്കാരുമുണ്ട്. ഈ പ്രാവശ്യം ഇന്ത്യ ICC കപ്പ് നേടും. കാരണം രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിലെ വിരാട് കോഹ്ലി, ബുംറ ഇവരെ 3 പേരുടെ പെർഫോമൻസ് പ്രകാരം ഇന്ത്യ എന്തായാലും കപ്പ് നേടും. പിന്നെ നല്ല ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സപ്പോർട്ടായിട്ട് ഗില്ല്, പിന്നെ ഓൾറൗണ്ടർ എന്ന നിലയിൽ ജഡേജ, ഇവരെ പെർഫോമൻസ് ഇന്ത്യ എന്തായാലും കപ്പ് നേടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലേഖന വിവാദത്തിൽ MP ശശി തരൂരിനെ പിന്തുണച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കോൺഗ്രസ് തരൂരിനെ വിമർശിക്കുന്നത് കേരള വിരുദ്ധ കോൺഗ്രസായി മാറിയതുകൊണ്ട്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനം. പത്തനംതിട്ട ജിതിൻ കൊലപാതകത്തിൽ RSSനെതിരെ മന്ത്രി. കേരളത്തിൽ RSSന്റെ ആക്രമണം എപ്പോഴും CPMന് നേരെ. പാതിവില തട്ടിപ്പിൽ സ്വന്തം ഓഫീസിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്ന് BJP. ചിറ്റൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. പ്രതികളെ സംരക്ഷിക്കാനാണ് മന്ത്രിയും പോലീസും ശ്രമിക്കുന്നതെന്ന് BJP നേതാക്കൾ. മുള്ളൂർക്കരയിൽ ജനദ്രോഹ ഭരണം ആരോപിച്ച് BJPയുടെ പഞ്ചായത്ത് ഓഫീസ് മാർച്ച്. കുന്നംകുളം പെരുപിലാവിലെ ബാറിൽ സംഘർഷം. സെക്യൂരിറ്റി ജീവനക്കാരൻ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. തൃശൂർ നഗരത്തിലെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ വൻ തീപിടുത്തം. കർണാടകയിൽ ED ചമഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ കൊടുങ്ങല്ലൂർ ASIക്ക് സസ്പെൻഷൻ. പ്രതിയായ ഗ്രേഡ് ASI ഷഫീർ ബാബു കർണാടകയിലെ ജയിലിൽ. കേസിൽ 2 കൊല്ലം സ്വദേശികളും കർണാടക പോലീസിന്റെ പിടിയിൽ. പാലക്കാട് നഗരത്തിലെ ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കത്തിനെതിരെ CITU. നഗരസഭാ ഓഫീസിന് മുന്നിൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU ധർണ. ആംബുലൻസ് സ്റ്റാൻഡ് മാറ്റാനുള്ള നീക്കം മനുഷ്യത്വരഹിതമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. നാടെങ്ങും ഉത്സവമേളം. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം ആഘോഷപൂർണ്ണം. ഞാങ്ങാട്ടിരി മുക്കാരത്തിക്കാവ് പൂരം വർണ്ണാഭമായി. വാടാനംകുറിശി ചോറട്ടൂർക്കാവിൽ ദേശത്താലപ്പൊലി ആഘോഷത്തിന് ആവേശ കൊടിയേറ്റം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.